ഹലോ പ്രിയ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? വിശേഷങ്ങളൊക്കെ എല്ലാവരും ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സെറ്റ് പാത്രമാണ് കേട്ടോ. ചിരട്ട കൊണ്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു സെറ്റ് പാത്രമാണ് ഉണ്ടാക്കുന്നതാണ് നമ്മൾ കാണിക്കുന്നത്. വളരെ ഭംഗിയായി തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. 3 ചിരട്ടയാണ് നമ്മളിതിനെടുത്തേക്കുന്നത്. അത് ഏകദേശം ജോയിൻ്റ് ചെയ്ത് നിർത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിനു വേണ്ടി അതിൻ്റെ അരികുവശങ്ങളെല്ലാം ഒന്ന് ക്ലിയറാക്കി എടുക്കുന്നുണ്ട്. ആക്സോ ബോർഡ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് 3 കൂടി സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ റൗണ്ടിൽ അതിന് ചെറിയൊരു ബീഡിങ് അടിച്ചു കൊടുക്കുക, അത്രേ ചെയ്യുന്നുള്ളൂ. ഏകദേശം ഇതുപോലെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് ഒട്ടിച്ചെടുക്കുന്നത്. അത് ഒട്ടിച്ചെടുക്കുന്നതിനായി നമ്മൾ ചിരട്ടപ്പൊടിയും ഫ്ലക്സേക്കും വെച്ചിട്ട് തന്നെയാണ് അത് ചെയ്തെടുക്കുന്നത്. 3 കൂടി സെറ്റാക്കിയിട്ട് വെച്ചിട്ട് കറക്റ്റാക്കി ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം ക്ലിയറായിട്ട് തന്നെ നമുക്കത് ഒട്ടി കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉൾവശമൊക്കെ നമ്മൾ പൊടിയൊക്കെ ഇട്ട് നല്ല രീതിയിൽ സെറ്റാക്കി ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ സെൻറ്ററിൽ ആ ഹോള് വരുന്നിടത്ത് നമ്മൾ ഒരു ഹാൻഡിൽ വെച്ച് പിടിപ്പിക്കും, അത്രേ ചെയ്യുന്നുള്ളൂ. വേണ്ട രീതിയിൽ വെച്ച് നോക്കിയിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ചെറിയ പീസുകൾ ഇത്തരത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതെല്ലാം കൂടി ഏകദേശം ലെവൽ കിട്ടുന്ന രീതിയിൽ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ മേലെ ഒരു റൗണ്ടിൽ ഒരു പിടിക്കാൻ പറ്റുന്ന ഒരു ഭാഗം കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഏകദേശം ഇതുപോലെയൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് അവിടെ നമ്മൾ പൊടിയൊക്കെ ഇട്ട് നേരാവണ്ണം സെറ്റാക്കി അതൊന്ന് പിടിപ്പിച്ച് നിർത്തുന്നുണ്ട്. ഇതിൻ്റെ ടോപ്പ് ഭാഗം കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ ചിരട്ട പീസ് വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പൊടിയൊക്കെ ഇട്ടിട്ട് കറക്റ്റാക്കി ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കറക്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് വേണ്ട ഭാഗങ്ങളൊക്കെ ഒന്ന് ഒട്ടിച്ചിട്ട് ഇനി നമുക്ക് വേണ്ട രീതിയിൽ ഷേപ്പിൽ അതൊന്ന് സാൻഡർ പേപ്പർ വെച്ചിട്ട് പേപ്പർ ഇട്ട് എടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മണ്ടയിൽ നമ്മൾ റൗണ്ട് ഉണ്ടാക്കിയിട്ട് അത് ഒട്ടിച്ചെടുക്കണമുണ്ട്. പിന്നെ താഴ്ഭാഗത്ത് ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് അതൊരു സ്ക്വയർ ഷേപ്പിൽ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ഭാഗവും നമ്മൾ ശരിക്കൊന്ന് ഒട്ടിച്ചെടുക്കണമുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ മുകളിലേക്കുള്ള പീസ് കട്ട് ചെയ്ത് എടുത്തിട്ട് ഈ ഷേപ്പിലാക്കിയിട്ട് അത് കൂട്ടി ഒട്ടിച്ചിട്ട് പേപ്പറൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചെരിവ് വരാത്ത രീതിയിൽ നേരാവണ്ണം അത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഉള്ള ബേഡിങ് ആക്കി കൊടുക്കാനുള്ള പീസ് ചിരട്ടയിൽ നിന്ന് റൗണ്ട് ഷേപ്പിൽ ചെറിയ വീതി കുറഞ്ഞ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളതിൻ്റെ ചുറ്റുഭാഗത്ത് 3 ചിരട്ടയുടെ
സൈഡ് ഭാഗങ്ങളിലാക്കി ഇതുപോലെ ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് കറക്റ്റ് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റാക്കി ഗ്രൈൻഡറൊക്കെ ഇട്ട് മിനുസപ്പെടുത്തി എടുത്തിട്ട് ഏകദേശം ഇതുപോലെ വെച്ചിട്ട് കറക്റ്റായി സെറ്റായി നിൽക്കുന്ന രീതിയിൽ വെച്ചിട്ട് അത് ഒട്ടിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഏകദേശം ഇതുപോലെ എല്ലാ ചിരട്ടയിലും നമ്മൾ കറക്റ്റ് കട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ട് പശയൊക്കെ ഇട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. ഫ്ലക്സ് കിക്കും പൊടിയും തന്നെയാണ് ഇതിന് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യണത്. ബാക്കി വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ ചെറിയ പീസ് ഒട്ടിച്ചെടുക്കുന്നതാണ്. ഇതുപോലെ ഉണ്ടാവും. ഏകദേശം ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതുപോലെ അടുത്ത ചിരട്ടയിലും എല്ലായിടത്തും ഒരുപോലെ ഒട്ടിച്ചെടുത്തിട്ട് ഗ്യാപ്പ് വരുന്ന ഭാഗങ്ങളിലൊക്കെ ചിരട്ട പൊടിയും ഫ്ലക്സ് കിക്കൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം 3 ചിരട്ടയിലും നമ്മളിതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഏറെക്കുറെ നല്ല രീതിക്ക് തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളും നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതൊക്കെ ഒട്ടിച്ചെടുത്തതിന് ശേഷം എല്ലാ ഭാഗങ്ങളും പേപ്പറൊക്കെ ഇട്ട് ഒന്ന് മിനുസപ്പെടുത്തി എടുത്തിട്ട് ന്യൂസ് പേപ്പർ ഇട്ട് മിനുസപ്പെടുത്തി എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് സ്ലീക്ക് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പുറം ഭാഗങ്ങളിൽ മാത്രം ഗ്യാപ്പുകളെല്ലാം നമ്മൾ ഫില്ല് ചെയ്യുന്നുണ്ട്. അടിഭാഗങ്ങളിലും എല്ലായിടത്തും നല്ല രീതിയിൽ സെറ്റായി വരുന്ന രീതിയിൽ തന്നെയാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഏകദേശം ഇതുപോലെ കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ പേപ്പറൊക്കെ ഇട്ട് എല്ലാ ഭാഗവും ഒന്ന് കറക്റ്റാക്കി എടുക്കണുണ്ട്. ഏകദേശം എല്ലാ ഭാഗങ്ങളും ഒന്ന് പേപ്പർ ഇട്ട് എടുക്കണുണ്ട്. മോൾ ഭാഗത്ത് നമ്മൾ ആ പീസ് വെച്ച് ശരിക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, ചെരിവൊന്നും വരാത്ത രീതിയിൽ. ഏകദേശം മുഴുവനായിട്ട് തന്നെ നമ്മളത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ആദ്യം തേച്ച് പിടിപ്പിക്കുന്നത്. വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഒരു കൂട്ടുകൂടെ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്തിട്ട് പിന്നെ സ്ലീക്ക് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിക്കുമ്പോൾ നല്ല ഭംഗിയിൽ നമുക്കത് കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, നല്ല വൃത്തിക്ക് തന്നെ നമുക്കത് റെഡിയായിട്ട് കിട്ടുന്നുണ്ട്. ഉൾഭാഗങ്ങളിലും നമ്മൾ വെളിച്ചെണ്ണ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ കൂട്ടുകാരെ ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഞാൻ വീഡിയോ കാണുമ്പോൾ കമൻ്റ് ഇടുന്നവരുടെ എല്ലാവരുടെയും വീഡിയോ ഞാൻ ലൈക്ക് ചെയ്തിട്ട് തന്നെയാണ് കമൻ്റ് ഇടൽ. എല്ലാവരും പരമാവധി ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഇത്തരം വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുകയും കൂടി ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. നമ്മളിപ്പോൾ സ്ലീക്കാണ് അതിലേക്ക് അടിച്ചെടുക്കുന്നത്. ഏകദേശം നല്ല രീതിക്ക് തന്നെ വൃത്തിയായിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അത്യാവശ്യം നല്ല രീതിയിൽ ഭംഗിയായിട്ട് തന്നെ നമുക്കത് സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും വണക്കം. ബൈ.